ഇന്ത്യയുടെ ഇങ്ങേയറ്റത്തുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരെ ലക്ഷ്യമിടാൻ ശേഷിയുള്ള മിസൈലുകൾ. പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം അതിവേഗം വർദ്ധിപ്പിക്കുകയാണ്. ഷഹീൻ-3 പരീക്ഷണങ്ങൾ നൽകുന്ന സൂചനയെന്ത്? നമസ്കാരം. ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റി വരയ്ക്കുന്ന വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ആയുധപ്പുര നിറയ്ക്കുന്നതിൽ പാകിസ്ഥാൻ ഒരു വിട്ടുവീഴ്ചയും വരുത്തുന്നില്ല. അന്താരാഷ്ട്ര പ്രതിരോധ ഏജൻസികളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ തങ്ങളുടെ ആണവ പോർമുനകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 170-ലധികം ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ പക്കലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷഹീൻ-3 ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണമാണ്. 2750 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഈ മിസൈലിന് ഇന്ത്യയുടെ ഏത് കോണിലും ആക്രമണം നടത്താൻ ശേഷിയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ലക്ഷ്യമിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ സോളിഡ് ഫ്യൂവൽ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവ വിക്ഷേപിക്കാൻ സാധിക്കും. 2025 ജൂലൈയിൽ നടന്ന ഷഹീൻ-3 പരീക്ഷണം പരാജയപ്പെടുകയും അതിൻ്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിൽ വീഴുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു. എന്നിരുന്നാലും 2026-ൽ കൂടുതൽ കരുത്തോടെ ഈ മിസൈൽ വീണ്ടും പരീക്ഷിക്കാനാണ് പാകിസ്ഥാൻ നീക്കം നടത്തുന്നത്. പാകിസ്ഥാന്റെ ഈ ആണവ ഭീഷണിയെ നേരിടാൻ ഇന്ത്യ സജ്ജമാണ്. പാകിസ്ഥാന്റെ ഷഹീൻ പോലുള്ള മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള റഷ്യയുടെ S-400 സംവിധാനങ്ങൾ ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. പാകിസ്ഥാന്റെ ഷഹീൻ-3ക്ക് മറുപടിയായി ഇന്ത്യയുടെ അഗ്നി പരമ്പരയിലെ മിസൈലുകൾ കൂടുതൽ കൃത്യതയുള്ളതും വിനാശകാരിയുമാണ്. ആണവായുധ ശേഖരത്തിന്റെ കാര്യത്തിൽ ലോകത്തെ 5ാമത്തെ വലിയ ശക്തിയായി മാറാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. എന്നാൽ സാങ്കേതികമായ തകരാറുകളും സാമ്പത്തിക തകർച്ചയും അവരുടെ ഈ സ്വപ്നങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. അയൽരാജ്യത്തിന്റെ ഈ നീക്കങ്ങളെ ഇന്ത്യയും അന്താരാഷ്ട്ര സമൂഹവും അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.